തിരുവനന്തപുരം പേട്ട റെയിൽവേ ആശുപത്രിക്കുള്ളിലെ ശുചിമുറിയിലെ ക്ലോസറ്റിൽ നിന്ന് 7 വെടിയുണ്ടകൾ സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കണ്ടെത്തുന്നത്. ഈ വെടിയുണ്ടകൾ കണ്ട സാഹചര്യം ഉടൻ തന്നെ പോലീസിനോടും RPF ഉദ്യോഗസ്ഥരോടും ആശുപത്രി അധികൃതർ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പോലീസും RPFും എത്തി നടത്തിയ പരിശോധനയിലാണ് 7 വെടിയുണ്ടകൾ വീണ്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. എങ്ങനെ വെടിയുണ്ടകൾ ആശുപത്രിയിൽ എത്തി എന്നതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടക്കുമെന്നുള്ളതാണ് പോലീസും RPFും പറയുകയും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ ആശുപത്രിയിൽ ഒരു റിട്ടയർഡ് RPF ഉദ്യോഗസ്ഥൻ ചികിത്സയുടെ ഭാഗമായി തുടരുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിലടക്കം വിശദമായിട്ടുള്ള പരിശോധന നടക്കുകയും ചെയ്യും. ഉപയോഗിക്കാത്ത വെടിയുണ്ടകളാണ് ഈ ആശുപത്രിയിലെ ക്ലോസറ്റിൽ നിന്ന് കിട്ടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിഫൻസിനും മറ്റും ഉപയോഗിക്കുന്ന 9mm ബുള്ളറ്റാണ് എന്നുള്ളതാണ് പ്രാഥമിക പരിശോധനയിൽ RPFന് കിട്ടിയിട്ടുള്ള വിവരം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കും മറ്റുമായിട്ടൊക്കെ തന്നെയും അടുത്ത കാലത്ത് ഇവിടെ RPFിലെ ഉദ്യോഗസ്ഥരും മറ്റും ഉണ്ടായിരുന്നു. അവർ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഈ ഉപയോഗിക്കാത്ത വെടിയുണ്ടകൾ ഉപേക്ഷിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ എന്നതിൽ ഉൾപ്പെടെ വിശദമായിട്ടുള്ള അന്വേഷണവും പരിശോധനയും വേണമെന്നുള്ളതാണ് RPF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ആർമർ വിഭാഗത്തിൻ്റെ, അതായത് ബാലിസ്റ്റിക് വിഭാഗത്തിൻ്റെ ഉൾപ്പെടെ പരിശോധനകൾ പൂർത്തിയായാൽ മാത്രമേ ഇതിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് RPFും അതോടൊപ്പം തന്നെ വഞ്ചിയൂർ പോലീസും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ആർമർ വിഭാഗത്തിൻ്റെ പരിശോധന അത് നടക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. അത് ഏതായാലും വരും ദിവസങ്ങളിൽ നടക്കും എന്നുള്ളതാണ് ഇതിനോടകം തന്നെ നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഏതായാലും സംഭവം വലിയ ഗൗരവത്തോടുകൂടിയാണ് RPFും പോലീസും കാണുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം അത് വരും ദിവസങ്ങളിൽ ഊർജിതമായി തന്നെ നടക്കും എന്നുള്ളതാണ് നമുക്ക് ഈ പേട്ട റെയിൽവേ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.